കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ അസോസിയേറ്റ് പ്രൊഫസർക്ക് സസ്പെൻഷൻ. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസണെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. നയൻതാര വിവരങ്ങളുമായുണ്ട്. നയൻതാര, ആദ്യം മാപ്പ് പറഞ്ഞു ഡോക്ടർ എന്നതായിരുന്നല്ലോ വിവരം വന്നത്. ഇതിൽ മാപ്പ് പറയുന്നതല്ല, മറ്റു നടപടികൾ സ്വാഭാവികമായും വേണ്ടതാണ് എന്ന് കൃത്യമായ വാദങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ, ഈ വാർത്തയായതിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ നടപടിയെടുക്കാൻ തയ്യാറായിരിക്കുന്നത്? തീർച്ചയായും ദിവേഷ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ബന്ധുക്കളുമായി സംസാരിച്ചു. അവർ ആദ്യം പറഞ്ഞത് വിഷയത്തിൽ പരാതിയൊന്നുമില്ല എന്നായിരുന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറുമായി സംസാരിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടർ മാപ്പ് പറഞ്ഞു. ഇങ്ങനൊരു പിഴവ് സംഭവിച്ചു എന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിരുന്നു. പരാതിയില്ല എന്നായിരുന്നു ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ഒത്തുതീർപ്പ് ശ്രമം നടന്നിരുന്നു എന്ന് തന്നെയാണ്. ശേഷം വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കൾ, അതിനിടയിൽ സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നു. സൂപ്രണ്ട് ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതായി ബന്ധു നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതിനുശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകുന്നത്. അതിനിടയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി DMAക്ക് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അസോസിയേറ്റ് പ്രൊഫസറായ ബിജോൺ ജോൺസനാണ് സസ്പെൻഷൻ നടപടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബന്ധുക്കൾ തുടക്കത്തിൽ പരാതിയൊന്നുമില്ല എന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഡോക്ടർ ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞു. ഡോക്ടറിൻ്റെ അപ്പോഴുള്ളൊരു വിചിത്രമായൊരു വിശദീകരണം എന്നത്, കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് കൊണ്ടുവന്ന സമയത്ത് കുട്ടി കരഞ്ഞ സമയത്ത് കുട്ടിയുടെ നാവിനടിയിൽ ശസ്ത്രക്രിയ വേണം, ഒരു പ്രശ്നം കണ്ടു, ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് ഡോക്ടറുടെ വിചിത്രമായ ഒരു വിശദീകരണം അപ്പോഴുണ്ടായിരുന്നത്. ഒരു ശസ്ത്രക്രിയയ്ക്ക് വരുന്നു, അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു ശസ്ത്രക്രിയ ചെയ്യുന്നു. ബന്ധുക്കൾ കുട്ടിയെ വാർഡിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് വായിൽ രക്തത്തോടു കൂടിയുള്ള പഞ്ഞി കാണുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് കൈ നോക്കുമ്പോൾ ഇടത് കൈയുടെ 6-ാം വിരൽ മാറ്റുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വന്നത്. ഈ സമയത്ത് കൈ നോക്കിയപ്പോൾ അത്തരത്തിലുള്ളൊരു സർജറി കുട്ടിയുടെ കയ്യിൽ നടത്തിയിട്ടില്ല. നാവിനാണ് സർജറി നടത്തിയതെന്ന് മനസ്സിലാക്കിയ ബന്ധുക്കൾ അവിടെയുള്ള ഡോക്ടറോട് വിവരം പറയുകയായിരുന്നു ചെയ്തത്. അപ്പോൾ തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ആ 6-ാം വിരൽ മാറ്റുന്ന ശസ്ത്രക്രിയയും അവർ നടത്തിയെന്നും ബന്ധുക്കൾ പറയുന്നു. ദിവേഷ്.